ബംഗളൂരുവിലെ ചിന്നസ്വാമി സ്റ്റേഡിയം, ഒപ്പം തന്നെ ചെന്നൈയിലെ ചെപ്പോക്ക് സ്റ്റേഡിയം, ഹൈദരാബാദിലെ രാജീവ് ഗാന്ധി അന്താരാഷ്ട്ര സ്റ്റേഡിയം എന്നിവിടങ്ങളാണ് BCCക്ക് മുന്നിലുള്ളത്. കാരണം ദക്ഷിണേന്ത്യയിലേക്ക് മത്സരങ്ങൾ നടത്താനുള്ള ഒരു പുനരാലോചനയാണ് ഇപ്പോൾ BCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. ഇത് സംബന്ധിച്ച് കേന്ദ്ര സർക്കാരുമായി കൂടിയാലോചനകൾ കഴിഞ്ഞ ദിവസം തന്നെ നടത്തിയിരുന്നു. വെടിനിർത്തൽ ചർച്ചകൾക്ക് പിന്നാലെ കായിക മന്ത്രാലയം ഇത് സംബന്ധിച്ച് കാര്യങ്ങൾ പരിശോധിച്ചു വരികയാണ്. കാരണം ഈ സംഘർഷാവസ്ഥയെ തുടർന്ന് ധർമ്മശാലയായിരുന്നു ഏറ്റവും ഒടുവിൽ പഞ്ചാബ് കിങ്സുമായും ഒപ്പം തന്നെ ഡൽഹി ക്യാപിറ്റൽസുമായും ആയിരുന്നു മത്സരം നടന്നത്. ആ മത്സരത്തിൽ ഈ ഡ്രോൺ ആക്രമണത്തെ തുടർന്ന് ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയെ തുടർന്ന് സ്റ്റേഡിയത്തിലെ കാണികളെയും ഒപ്പം തന്നെ താരങ്ങളെയും പിന്നീട് അവിടെ നിന്ന് നീക്കം ചെയ്യുകയും ഉടനടി തന്നെ ഈ IPL മത്സരങ്ങൾ സസ്പെൻഡ് ചെയ്തതുമായി ബന്ധപ്പെട്ടുള്ള ഒരു നടപടി BCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാവുകയായിരുന്നു. അതായത് സംഘർഷത്തിന്റെ പശ്ചാത്തലത്തിൽ എല്ലാ വിധത്തിലും സൈന്യത്തിനോടൊപ്പവും കേന്ദ്ര സർക്കാരിനോടൊപ്പവും നിലനിൽക്കുന്നു. അതുകൊണ്ട് തന്നെ IPL മത്സരം ഇനി ഒരു അറിയിപ്പുണ്ടാകുന്നവരെ നടപ്പിലാക്കില്ല അല്ലെങ്കിൽ നടക്കില്ല എന്നത് രാജീവ് ശുക്ലയാണ് ഈ ഒരു നിലപാട് അറിയിക്കുകയും ചെയ്തത്. എന്തായാലും നിലവിൽ സംഘർഷമൊക്കെ ഒഴിഞ്ഞു നിൽക്കുന്ന പശ്ചാത്തലത്തിൽ ദക്ഷിണേന്ത്യൻ സംസ്ഥാനങ്ങളിലെ സ്റ്റേഡിയങ്ങളിൽ ഉൾപ്പെടുത്തി ഒരു റീഷെഡ്യൂൾ നടത്തിക്കൊണ്ട് മത്സരം പുനരാരംഭിക്കാനുള്ളൊരു നീക്കമാണ് ഇപ്പോൾ BCCയുടെ ഭാഗത്തുനിന്നും ഉണ്ടാകുന്നത്. എന്തായാലും നിലവിൽ ഇത് സംബന്ധിച്ച് ഇന്ന് ഗവേണിംഗ് ബോഡി ചേരുന്നുണ്ട്. ഗവേണിംഗ് ബോഡി യോഗത്തിൽ ഇത് സംബന്ധിച്ചൊരു അന്തിമ തീരുമാനമെടുക്കും. അങ്ങനെയെങ്കിൽ ഈ ആഴ്ച തന്നെ വരാൻ പോകുന്ന ആഴ്ചയിൽ തന്നെ IPL മത്സരം പുനഃക്രമിക്കാൻ തന്നെയാണ് തീരുമാനം. അങ്ങനെയെങ്കിൽ നിലവിൽ കുറച്ച് മത്സരം, അതായത് IPLന്റെ അന്തിമ മത്സരങ്ങളിലേക്ക് കടക്കുകയാണ്. കുറച്ച് മത്സരങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത്. അങ്ങനെയെങ്കിൽ ഫ്രാഞ്ചൈസികളുമായി സംസാരിച്ചതിന് ശേഷം ഈ വേദി മാറ്റുന്ന കാര്യത്തിൽ ഒരു വ്യക്തത വരും. അത് കേന്ദ്ര സർക്കാരിനെ അറിയിച്ചതിന് ശേഷം, കായിക മന്ത്രാലയത്തിനെ അറിയിച്ചതിന് ശേഷം, കൂടുതൽ സുരക്ഷ ഉറപ്പുവരുത്തിയതിനു ശേഷം ആ നടപടിയിലേക്ക് കടക്കാനാണ് BCC ആലോചിക്കുന്നതെന്നാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയെങ്കിൽ ബാംഗ്ലൂർ, ചെന്നൈ, ഹൈദരാബാദ് ഈ 3 സ്റ്റേഡിയങ്ങളിൽ മത്സരം പുനഃക്രമീകരിക്കും. ഈ ആഴ്ചയോടുകൂടി തന്നെ മത്സരം പുനരാരംഭിക്കാനുള്ള ഒരു നീക്കം അല്ലെങ്കിൽ അത് നടപടി ആരംഭിക്കാൻ തന്നെയാണ് BCCയുടെ ഭാഗത്തുനിന്ന് ഉയർന്നു വരുന്ന തീരുമാനമെന്നാണ് നമുക്ക് മനസ്സിലാകുന്നത്. അഭിലാഷ്.